നമ്മുടെ നാട്ടിൽ പടർന്നുകൊണ്ടിരിക്കുന്ന കൊറോണ വൈറസിനെ തടയാൻ ഗവൺമെൻറ് നിർദ്ദേശിച്ചിട്ടുള്ള ബ്രേക്ക് ദ ചെയിൻ ക്യാമ്പയിനിൽ ഓരോരുത്തരും പങ്കാളികളാവുക. പടർന്നുകൊണ്ടിരിക്കുന്ന ഈ രോഗത്തിൻ്റെ ചങ്ങല നമ്മൾ കാരണമാണ് മുറിക്കപ്പെടുന്നതെങ്കിൽ ഒരുപാട് പേരുടെ ജീവനാണ് നമ്മൾ തിരിച്ചു കൊടുക്കുന്നതെന്നുള്ളത് ഓർക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു അടിപൊളി പൊരിച്ച പത്തിരിയാണ് കേട്ടോ. സാധാരണ നമ്മൾ പൊരിച്ച പത്തിരി ഉണ്ടാക്കാൻ പൊടി നന്നായിട്ട് വാട്ടി കുഴച്ച് പരത്തിയെടുത്തിട്ടൊക്കെ ആണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് കേട്ടോ ചെയ്യുന്നത്. പൊടി വാട്ടാനും കുഴക്കാനൊന്നും നിൽക്കണ്ട, വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന, എന്നാൽ സാധാരണ പൊരിച്ച പത്തിരിയുടെ അതേ ടേസ്റ്റിൽ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്നുള്ളത് നോക്കാം. വീഡിയോയിലേക്ക് പോണതിന് മുൻപായിട്ട് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോയുടെ താഴെ ചുവന്ന കളറിൽ സബ്സ്ക്രൈബ് എന്ന് എഴുതിയിട്ടില്ലേ, അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്ത് ഓൾ തന്നെ സെലക്ട് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്നുള്ളത് നോക്കാം. അപ്പോൾ ഈ ഒരു പൊരിച്ച പത്തിരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ റവയാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ 1 കപ്പ് റവ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 മുറി തേങ്ങ ചിരവിയതാണ് കേട്ടോ. ഏകദേശം 1 കപ്പോളം തന്നെ ഉണ്ട്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് ചുവന്നുള്ളിയാണ്. ഞാനിവിടെ ഒരു 6 അല്ലി ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. ഇതും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മുടെ പൊരിച്ച പത്തിരിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് കൊടുക്കാൻ നമ്മളെപ്പോഴും ചേർക്കുന്ന ഇൻഗ്രീഡിയൻറ്റ് ചെറിയ ജീരകം, അതൊരു 1/2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. അതും നമുക്കിതിലേക്ക് ചേർക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തിട്ട് നമുക്കിതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കാം. ഞാനിവിടെ 1/4 കപ്പ് വെള്ളമാണ് കേട്ടോ ഇതിലേക്ക് ചേർക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഗ്ലാസ്സിനാണ് എടുക്കുന്നതെങ്കിൽ 1 ഗ്ലാസ് റവയ്ക്ക് 1/4 ഗ്ലാസ് വെള്ളം എടുക്കുക. അപ്പോൾ നമ്മളിതെല്ലാം കൂടെ നല്ലതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. നോക്കൂ, നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നോക്കൂ, ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ ബാറ്റർ ഇരിക്കുന്നത്. ഇനി നമ്മളിത് ചൂടായ എണ്ണയിലേക്ക് കോരി ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഇനി ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഈ മാവ് ഒഴിക്കുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിൽ വെക്കുക, എന്നിട്ട് വെരി ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ഇതിൻ്റെ ഉൾഭാഗമൊക്കെ നല്ലതുപോലെ വേവിച്ചെടുക്കണം കേട്ടോ. തിരിച്ചു മറിച്ചുവിട്ട് ഇതിൻ്റെ ഉൾഭാഗമൊക്കെ നല്ലതുപോലെ വേവിച്ചെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ പൊരിച്ച പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് വേണമെങ്കിൽ നന്നായിട്ട് ഗോൾഡൻ കളറാക്കി എടുക്കാം, അല്ലെങ്കിൽ വെളുത്ത കളറിൽ തന്നെ ഇതുപോലെ നമുക്ക് കോരിയെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ പൊരിച്ച പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റിയാണ്. കറിയൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനോ ഈവനിങ് സ്നാക്കായിട്ടൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഐറ്റമാണ് കേട്ടോ. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്